ഹലോ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ലിസൺ, ഇനി എന്റെ വീട്ടിലോ കോളേജിലോ വിളിച്ചെന്നെ ശല്യപ്പെടുത്തരുത്. എനിക്കത് ഇഷ്ടമല്ല. വെക്കടാ ഫോൺ. ഇഡിയറ്റ്. എന്താണ് പ്രശ്നം? ആരാ വിളിച്ചേ? എന്താന്ന് പറ. സരിക്കാ, അവനായിരിക്കും ആ വായി നോക്കി. ഒരുത്തം കുറെ നാളായിട്ട് അവളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവളോടൊന്ന് മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഒരു കഷ്ടം. ഫസ്റ്റ് അവർ കട്ട് ചെയ്യണ്ട, വാ. ആക്ച്വലി രാധിക ചെയർമാൻ ആകുന്നതാ നമുക്കെല്ലാം നല്ലത്. ശരിയാ, മറ്റവൾക്ക് വലിയ ഇംഗ്ലീഷുകാരിയാണെന്നുള്ള തണ്ട. പക്ഷെ NRI സ്റ്റുഡൻസ് മുഴുവനും അവൾക്കേ വോട്ട് ചെയ്യൂ. അവളെ ജയിക്കും, ഷുവർ. കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന ഇലക്ഷന്റെ റിസൾട്ട് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാൻഡിഡേറ്റ്സ് ആർ മിസ് രാധിക മേനോൻ BSc ഫിസിക്സ് ഫൈനൽ ഇയർ ആൻഡ് മിസ് ഗീത ദാമോദരൻ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ. ഇത്രയും വർഷത്തെ ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള അവിശ്വസനീയമായ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ചെയർമാനെ തെരഞ്ഞെടുത്തിരുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ആ രീതിയിൽ തെരഞ്ഞെടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിയർ ഈസ് ദ ഇലക്ഷൻ റിസൾട്ട്. രാധിക മേനോൻ 1118 വോട്ട്സ്. ഗീത ദാമോദരൻ No, it is 1118 votes only. ഇവിടെ രണ്ടുപേർക്ക് ഒരു കോളേജിലെ ചെയർമാൻ ആകാൻ കഴിയാത്തതുകൊണ്ട് ഇവരിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്റ്റാഫ് കമ്മിറ്റിയും കോളേജ് മാനേജ്മെന്റും ഞങ്ങളും ചേർന്ന് ഇരുവരുടെയും മെറിറ്റുകൾ താരതമ്യപ്പെടുത്തിയപ്പോൾ ഹോസ്റ്റലിൽ മിസ്ബിഹേവ് ചെയ്തതിന് 64 പേരുടെ ഒപ്പിട്ട ഒരു പരാതി രാധികയുടെ പേരിൽ ബ്ലാക്ക് മാർക്കായി കണ്ടു. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിസ് ഗീത ദാമോദരനെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. So, on behalf of the management and students, I congratulate Miss Geeta Damodaran. ഏയ് ജോസുട്ടി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? തോൽവിയും ജയമൊക്കെ നമ്മുടെ ഇടയിൽ എപ്പോഴും ഉള്ളതല്ലേ. ഞാൻ കാരണം രാധിക തോറ്റത്. നമ്മളെല്ലാം കൂടി ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ബഹളം കാരണമാണ് വാർഡൻ കംപ്ലൈന്റ് എഴുതിയത്. രാധികയ്ക്ക് ബ്ലാക്ക് മാർക്ക് വീണത്. സോറി.